ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എന്നാലും ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് അടി കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് നമ്മുടെ ചിക്കന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഓണാക്കുമ്പോൾ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ആയതുകൊണ്ട് മുൻതൂക്കം ഉപ്പിട്ടിരിക്കണം, അപ്പോൾ മാത്രമേ നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉപ്പ് കുറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എരിവ് കുറവ് വേണ്ടവർക്ക് മുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് വെള്ളമായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലിത്തിരി വെള്ളം ബാക്കിയുണ്ട്. അത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകരുത്. ജസ്റ്റ് ഒരു ലിക്വിഡ് ഫോമിലാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതിലേക്ക് മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അടിയിൽ പിടിക്കാൻ പാടില്ല ഇതൊരിക്കലും. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, അപ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഓയിൽ കൂടി പോകരുത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഇതിൻ്റെ എണ്ണയും ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഇതിൻ്റെ ഒരു ഗ്രേവിയും കൂടി നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നെയ്ച്ചോറിനാണ് ഇത് നല്ല കോമ്പിനേഷന്. ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് മാച്ച് ചെയ്യാം. നെയ്ച്ചോറിന് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇനി ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്ന ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഈ കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ, അപ്പോഴേ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ എണ്ണയും ഇതുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പില ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.